ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു. സോ നമ്മൾ രണ്ട് വണ്ടി റിവീലിംഗ് ആണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഗൈസ്. ഒരു ഇതുണ്ട്, നമ്മുടെ വണ്ടി റിവീൽ ചെയ്തിട്ട് ആൾക്കാരെയൊക്കെ നമ്മൾ വരണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവും. അടുത്ത ദിവസം റിവീലിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് കേട്ടോ. എൻ്റെ കുടുംബത്തിലൊരാളാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ട് പോകുന്നത്. വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല ഗൈസ്. എന്നിട്ട് ചിലപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ വെറുതെ പണി മേടിച്ച് മോഡിഫൈഡ് ആയതുകൊണ്ട് പോലീസ് പിടിച്ചതിന് പണി മേടിച്ച് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒരാളെ വിളിച്ചിട്ടാണ് പോകുന്നത്. മീൻസ് നമ്മൾ ആരില്ലേ അവിടെ എത്തിയിട്ട് ഇനി കാണാം കേട്ടോ. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇവിടെ എത്തി രാത്രിയായി. ICUലൊക്കെ ആട്ടോ. കുടുംബത്തിലെ ഒരു ചേച്ചിയാണ് കേട്ടോ. ഭയങ്കര വയസ്സൊക്കെ ആയിട്ടുണ്ട്. ഒരു 70 വയസ്സൊക്കെ ആയി. നമ്മളിവിടെ എത്തി. നമ്മൾ രണ്ടൊരു ഫോണിന് വാണിങ് എന്നുവെച്ചാൽ നമ്മൾ വണ്ടിയിൽ സാധനം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറ്റിയ വാണിങ് ഫോണിലോട്ട് വരുന്ന നമ്മൾ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ ആക്സിഡൻ്റൊക്കെയാണ് വാണിങ് വരും. അങ്ങനെ നമുക്കറിയാം. എടാ വാ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കണം. നമ്മൾ അങ്ങോട്ടൊന്ന് പോവാണ്. അങ്ങോട്ടൊന്ന് എത്തണം. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം കേട്ടോ. നമ്മൾ മിസ്റ്റർ ഗെയിംസ് അങ്ങെത്തിയോ? അവിടെ ഉണ്ട്. നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. വാണിങ് കത്തി. ഇവിടെ ആണെങ്കിൽ വണ്ടികളൊക്കെ പോയ പാടൊക്കെ കാണുന്നുണ്ട് ഗൈസ്. നമ്മൾ ഓടിച്ചായിരിക്കുന്നത് അപ്പം പറയാത്ത വരാം. പക്ഷേ ഏതൊക്കെയോ വണ്ടികളൊക്കെ പോകാൻ നമ്മൾ 2 വണ്ടിയെ പോയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കുറേ വണ്ടികളൊക്കെ അവിടുന്ന് ടേൺ ചെയ്ത് കാണുന്നുണ്ട്. അവിടെ എത്തി നോക്കാം. വണ്ടി ഇവിടെ കാണുന്നുണ്ട്. വണ്ടി സേഫാന്ന് തോന്നുന്നു. അതെ, വണ്ടി അവിടെ എന്തൊക്കെയോ എനിക്കെന്തോ ഇതിപ്പോ തോന്നുന്നുണ്ട്. അവിടെ പെട്ടെന്ന് പറ്റിയിരുന്നുണ്ടാവില്ല. എനിക്ക് വെച്ച ഡയറക്ഷനിലല്ല കിടക്കുന്നത്. എടാ വണ്ടിയൊക്കെ മറിഞ്ഞിരിക്കുന്നേ. വാണിനെ കത്തി കിടക്കുന്നതാ എമർജൻസി. എടാ എൻ്റെ വണ്ടി ഫ്രണ്ടൊക്കെ നോക്കുന്നേ. എടാ ഇത് മൊത്തം സീനായിടാ. എടാ നിന്റെ വണ്ടി എടാ മറ്റേ നമ്മുടെ നിർത്തിയാനല്ലേ അമ്മമാരെയും നിർത്തിയതൊരു എന്തോ ബംഗാൾക്കാരിയാട്ടോ. ബംഗാളിക്കാരെന്ന് വെച്ചാൽ അമ്മമാര് വേറെ സ്ഥലത്തു നിന്നൊക്കെ വന്നതാണ്. ഇതിന്റെ വണ്ടീന്റെ എന്തൊക്കെ പറിച്ചു കളഞ്ഞു ഇവിടെ അടിച്ചു. എടാ നിന്റെ വണ്ടിയൊക്കെ മറിഞ്ഞു അടിച്ചിട്ട്. എന്റെ വണ്ടി മൊത്തം അടിച്ചു മറിഞ്ഞു കിടക്കുവാണ്. എന്താക്കണം പുതിയ പെട്ടെന്ന് എമർജൻസി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇനി കാണാൻ കഴിച്ചു. എന്തായാലും നമുക്കിനെന്തോ കാണാം. വണ്ടിന്റെ പാർട്സ് ഒക്കെ പറിച്ചു ഗൈസ്. മൊത്ത സീനായി. പുതിയ വണ്ടിയായിരുന്നു ഗൈസ്. വണ്ടി എല്ലാം അടിച്ചു പൊട്ടിച്ചെറിഞ്ഞു. നമുക്കവർ പൊക്കാട വെച്ച് ആരെയും വിളിച്ചാറോ? നീ നമുക്ക് മറ്റേ ചക്കനെ വിളിച്ചാറോ? നമ്മുടെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കണം. തപ്പാണ് ഗൈസ്. പെട്ടെന്ന് അമ്മരെങ്ങനെ പൊട്ടിയാണോ വണ്ടി അടിച്ചു. പക്ഷെ എങ്ങനെ നമ്മൾ പുതിയത് ഇറക്കിയ വണ്ടിയാണ് ഗൈസ്. നമ്മൾ ഈ വണ്ടിക്ക് 2 വണ്ടിയിലും കൂടിയിട്ട് ഇവൻ്റെ വണ്ടി എത്ര 3 ലക്ഷമായി. എൻ്റെ വണ്ടി 2.25 ലക്ഷമായിട്ടായി. ഡ്രൈസ് പണിയൊക്കെ തീർത്ത് ഇറക്കിയപ്പോഴേക്കും അതെ അത്ര. ഓപ്പോസിറ്റോ സർവീസിന്റെ സ്ഥലമല്ലേ? ഓപ്പോസിറ്റാ. നമുക്ക് അങ്ങോട്ട് വിടാം. എൻ്റെ വണ്ടി ആണെങ്കിലേ നീങ്ങനെ പക്ഷെ ഇത്ര അത് പോകുന്നില്ല. പണ്ടത്തോടൊത്ത സ്പീഡൊന്നും വണ്ടി വരുന്നില്ല. ഇപ്പോൾ അടിയൊക്കെയാണ്. ഞാൻ പറയുന്ന ഒന്നും കേട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ പൊക്കിയിട്ടപ്പോ കൊറേ സമയം കേട്ടോ. പോവാണ് ചിലപ്പോൾ അടിച്ച് വരുന്ന വണ്ടിയൊക്കെ ഒരു പോലെ ആയിട്ടുണ്ട്. നമുക്കിനി പോവാൻ ഗൈസ്. എൻ്റെ വണ്ടിയൊക്കെ ഡ്രീഡ് ഗെയിമിൻ്റെ വണ്ടിയാണെങ്കിൽ മറിഞ്ഞ് ഫുള്ള് കിടക്കണം. എൻ്റെ വണ്ടി അടിച്ചമാര് ഞാൻ വെച്ച ഡയറക്ഷനിൽ അല്ല. നമുക്ക് വണ്ടിയില്ല. ഇവിടെ ഞാൻ കയറ്റി വിടും. ഇമാർ റെഡി ആയിക്കോളൂന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ വെച്ച വണ്ടി റിപ്പയറിൻ്റെ സ്ഥലമില്ല. നമുക്കില്ലേ പുറയുടെ ഇവിടെ പുറകിൽ വെച്ചോ. ഇവിടെ റിപ്പയറിൻ്റെ സ്ഥലമില്ലടാ. ആകാശം ഇവിടെ റിപ്പയർ വാഷിന് മാത്രമല്ല. നമുക്കിത് മറ്റേ നമ്മളെ ജംഗ്ഷനില്ല. വണ്ടി ജംഗ്ഷൻ എത്തിയിട്ട് വന്നു. ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ എൻ്റെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ എൻ്റെ വണ്ടി ഇവിടെ അവിടെ വിളിക്കാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. ഞാൻ വിളിച്ചു നോക്കട്ടെ. ലൈറ്റ് ഇതൊക്കെ ഓഫാക്കട്ടെ. സൗണ്ടില്ലേ കത്തി കട ഇത് ഓഫാണ്. ഞാൻ കുറേ നേരം നോക്കി ഓഫാക്കാം.
ഓഫായിട്ടുണ്ട്. നമുക്ക് ഹലോ ആ ചേട്ടാ, വണ്ടി റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണോ? ഇവിടെ ഒരു BMW എന്തോ കുറേ ഇത് ഡാമേജ് ആയിട്ടുണ്ട്. ഫുൾ സർവീസ് ചെയ്തിട്ട് തരുമോ? വണ്ടീൻ്റെ ഫോട്ടോ അയക്കാം കേട്ടോ. ഓക്കെ. ഇവനെ കാണാൻ വിളിച്ചിട്ടുണ്ട്. ഞാനെന്നെ വിളിച്ചു നോക്കട്ടെ. അവിടെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കാം എന്തായാലും. വണ്ടീൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വണ്ടി നന്നാക്കാൻ ഒരു 2 കോടിന് മുകളിലാവുമെന്നാണ് പറഞ്ഞത്. പൈസ അയാളൊന്ന് വിളിച്ചു നോക്കട്ടെ എൻ്റെ ഫോണിൽ. ഹലോ ആ ചേട്ടാ, പിന്നില്ലേ അതൊരു പോളോ എൻ്റെ വണ്ടി ഒരു വണ്ടി അടിച്ച് പരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരാളെ കയ്യിൽ കൊടുത്തായിരുന്നു. അപ്പം എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വിളിച്ചായിരുന്നില്ലേ, എഡ്വിൻ എന്ന് പറഞ്ഞ. അപ്പം അങ്ങനെ അടിച്ച് പരത്തി വെച്ചായിരുന്നു കേട്ടോ ചേട്ടാ. ഞാൻ വണ്ടിയുടെ ഇതൊക്കെ അയച്ചു തരാം എങ്ങനെയുണ്ട് എന്നൊക്കെ. ചേട്ടാ സെറ്റാക്കി മതി ആൾക്കാരെയൊക്കെ. പിന്നെ ചേട്ടനില്ല, നമ്മൾ രണ്ടൊരു ഫോട്ടോ അയച്ചു തരാം. അവരെ അറിയാമെന്നൊക്കെ നോക്കണം. ഒന്ന് അന്വേഷിച്ച് എങ്ങനെയാണ് തരണേ ചേട്ടാ. ഓക്കെ ശരി. അയാളെ വിളിച്ചിട്ടുണ്ടെന്ന് കേട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്കറിയില്ല. എന്തായാലും നമ്മളിനി നോക്കട്ടെ കിട്ടുമോ. ചേട്ടൻ അയച്ചു തരാൻ നോക്കട്ടെ. നമ്മൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അയാൾ പറഞ്ഞാൽ റിപ്പയർ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ബാലൻസും കൂടെ ഉണ്ടോ? പൈസ കൊടുത്ത് പൈസ തീരാനായിട്ടോ. കഷ്ടപ്പെട്ട് വണ്ടി ഫുൾ മണി ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ കൊടുത്ത് സെറ്റാക്കി പുതിയ റാപ്പൊക്കെ കെട്ടി സൈഡ് മുഴുവൻ കൊണ്ടൊക്കെ. ഇത് പഴയ റാപ്പ് നമ്മൾ പോയി അപ്പത്തേക്ക് ഇതൊക്കെ സ്ക്രാച്ചായി പോയായിരുന്നു. വണ്ടി അയാളെ റെഡി ആക്കില്ലോ, പറ്റിച്ചോ റെഡിയാക്കാന്ന് പറഞ്ഞായിരുന്നു. അവൻ്റെ റെഡി ആക്കിയിട്ടില്ല, പക്ഷെ എൻ്റെ റെഡി ആക്കിയിട്ടില്ല. നമുക്ക് ഒരാഴ്ചയും കൂടി കഴിഞ്ഞിട്ട് വന്ന് നോക്കാട്ടോ. എന്തായാലും ഇനി നമുക്ക് ഇനി ഒരാഴ്ച വന്ന് നോക്കാം. അവൻ്റെ വണ്ടി റെഡി ആക്കണം, അല്ലാണ്ട് നമുക്ക് തപ്പാൻ പറ്റില്ല. വണ്ടികളിപ്പോൾ ഇല്ല, എല്ലാം ഗ്യാരേജ്. അയാളെ വിളിച്ചു പറയട്ടോ. ഹലോ ചേട്ടാ, വണ്ടി റെഡി ആക്കിയിട്ടില്ലല്ലോ. ഓക്കെ അടുത്ത ആഴ്ച വരാം. എൻ്റെ പോലെ ഇയാളെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞത് എന്നിട്ട് ഇത്രയും വെയിറ്റ് ചെയ്ത് എൻ്റെ വണ്ടി റെഡി ആയിട്ടില്ല. എൻ്റെ വണ്ടി അയാൾ ഫസ്റ്റ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും നീ ഇപ്പം എൻ്റെ വണ്ടി കയറാം, നമുക്ക് സ്ഥലത്തോട്ട് പോകാം. റിപ്പയർ ചെയ്ത് ഇവിടെ വെക്കാമല്ലോ.